ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് എൻ്റെ വലിയൊരു ലക്ഷ്യം ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ എഴുന്നേൽക്കണമെന്നൊരു ലക്ഷ്യം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പറ്റാത്ത എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ ഫോണിൽ അലാമുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കായിട്ട് അങ്ങ് വെച്ചാൽ മതി. എന്തായാലും ആദ്യത്തെ അലാം അടിക്കുമ്പോൾ നമ്മൾ വീണ്ടും കിടന്നുറങ്ങും. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ സെറ്റ് കണ്ട അവിടെ കിടന്നുറങ്ങും. അങ്ങനെ ഈ അലാം കേട്ട് 2-3 പ്രാവശ്യം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ തൊയിരക്കേടുകൊണ്ട് എനിക്ക് പിന്നെ അതങ്ങോട്ട് ശീലവും. അങ്ങനെയാണ് ഞാനങ്ങനെ എനിക്കാറ് കേട്ടോ. ഇപ്പം ഞാൻ 5:15 ആ ടൈമായിപ്പോൾ എഴുന്നേറ്റു. 4:30 വെച്ച് തുടങ്ങിയതാണ് കേട്ടോ അലാം. എന്നിട്ട് 5:15 എഴുന്നേറ്റ് നമുക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അത് കുറച്ച് നാൾ അങ്ങനെ തന്നെയാണ്. അത് എഴുന്നേറ്റ് പിന്നെ അത് തന്നെ ആ സമയമാകുമ്പോൾ നമ്മളങ്ങ് എഴുന്നേറ്റുള്ളൂ. ഞാൻ ആദ്യം പല്ലേക്കാനായിട്ട് പോവാം. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഗുണമുണ്ട്. നമുക്ക് നേരത്തെ കൂടി നമ്മുടെ എല്ലാ പ്രഭാതകർമ്മങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ബോഡിക്കും മനസ്സിനൊക്കെ നല്ലൊരു സുഖമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, വീട്ടിലെല്ലാ ജോലികളും നേരത്തോടു കൂടി കഴിച്ച് നമുക്ക് ഫ്രീ ആവാൻ പറ്റും. അതാണ് മെയിൻ. ഞാൻ എൻ്റെ ബ്രഷ് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് പോട്ടെ ഇനിയും പോട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ കണ്ട് പരിതാപകരമായ അവസ്ഥ കണ്ട് എൻ്റെ ചേട്ടൻ തന്നെ എന്നോട് ചോദിക്കാണ്ട് എടുത്ത് കളഞ്ഞു. പിന്നെ എനിക്ക് പുതിയ ബ്രഷ് എടുക്കാണ്ട് നിവൃത്തിയില്ലാണ്ടായി. അപ്പം ഞാൻ പുതിയ ബ്രഷ് കൊണ്ടൊക്കെ എടുത്തിട്ട് പല്ലേക്കാണ് കേട്ടോ. കണ്ടോ, രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി ഈ ഒരു ടൈം വരെ ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ പല്ല് തേച്ച് മുഖം കഴുകിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ മുൻപത്തെ എഴുന്നേൽക്കണ പോലെ തന്നെ തോന്നുള്ളൂ. പിന്നെ ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഉറക്കം വരില്ല, ഒന്നും ചെയ്യില്ല, ഒക്കെ പഴയതുപോലെ തോന്നും. ഒരുപാട് പേരൊക്കെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയ്ക്ക് കയറുന്നതിനേക്കാൾ മുന്നേ തന്നെ കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അവരോട് നല്ല ബഹുമാനമാണ്. കാരണം എനിക്കൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് പറ്റില്ല. കാരണം നമ്മൾ കുളിച്ച് അടുക്കളയിൽ കയറിയിട്ട് പിന്നെ വീണ്ടും അടിക്കലും തുടക്കലൊക്കെ ആയിട്ട് ശരീരമൊക്കെ ആകെ വേർത്ത് വീണ്ടും കുളിക്കണം. അപ്പോൾ അത് ഇരട്ടിപ്പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാലത്ത് തന്നെ കുളിക്കും. അതെല്ലാ പണികളും കഴിഞ്ഞ് അടിക്കലും തുടക്കലും അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞൊക്കെ ആണ് ഞാൻ കുളിക്കാറ്. പക്ഷേ ഒരുപാട് പേരിങ്ങനെ കുളിച്ചിട്ട് തന്നെ അടുക്കളയ്ക്ക് കയറുന്നവരുണ്ട്. അതൊരു ഐശ്വര്യം തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യാറില്ല, അത് മാത്രം. പക്ഷേ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന ഒരു കൂട്ടുണ്ട്. അത് ഈ ഒരു പ്രയറാണ്. കാലത്ത് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ പ്രാർത്ഥിക്കണം അവിടെ പോയിട്ട് കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിക്കും. തിരി കത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ തിരി കത്തിക്കും. ചിലപ്പോൾ തിരി കത്തിക്കില്ല. പക്ഷേ എഴുന്നേറ്റ് നിന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. പിന്നെ ബൈബിളൊക്കെ വായിക്കും. അതൊരു ശീലമാണ് കേട്ടോ. അത് എന്താണെന്നറിയില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തരുന്നൊരു കാര്യമാണ്. ഭയങ്കര ഇഷ്ടമാണത്. അതും കൂടാണ്ട് പിന്നെ എല്ലാ പണികളും കഴിഞ്ഞ് കുറച്ച് നേരം മാതാവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കും. എന്നിട്ട് ജപമാല പ്രാർത്ഥന ചൊല്ലും. അത് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭർത്താവിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മളോട് ആരെങ്കിലും പ്രയർ റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് പറ്റും. ഒരു ജീവിതത്തിനൊരു അടുക്കും ചിട്ടയൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നും. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് അത്രയും നല്ല ഒരു നമ്മുടെ സോളിനെ, നമ്മുടെ മനസ്സിനൊക്കെ ഇങ്ങനെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണത് കേട്ടോ. പിന്നെ എപ്പോഴും നല്ല കുട്ടിയായിട്ടിരിക്കാൻ പറ്റുമെന്നേ, ഭയങ്കര നല്ലതാണ്. നമ്മൾ ഏത് മതസ്ഥരാണെങ്കിലും കുഴപ്പമില്ലാന്നേ. നമുക്ക് നമ്മുടെ മതത്തിനൊക്കെ പറ്റിയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് ബൈബിൾ എന്ന പോലെ ഹിന്ദുക്കളുടേതായ ഗ്രന്ഥങ്ങളുണ്ടാവും, മുസ്ലിമിൻ്റേതായ ഗ്രന്ഥങ്ങളുണ്ടാവും, പ്രേയേഴ്സ് ഉണ്ടാവും. ഒരുപാട് മണിക്കൂറുകളൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് മതി. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്കത് മാറ്റിവെക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. വർക്കിംഗ് മദേഴ്സിനോട് ഞാൻ പറയില്ല കേട്ടോ. അവർക്ക് ഒരുപാട് ജോലി ഉണ്ടാവും. അവരുടെ ജോലി തന്നെ ഒരു വലിയൊരു പ്രാർത്ഥനയായിട്ട് മാറ്റാം. നമുക്ക് വീട്ടമ്മമാർക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഞാനൊരു വീട്ടമ്മയായതുകൊണ്ട്, ഹോം മേക്കർ ആയതുകൊണ്ട്, വേറെ ജോലിക്കൊന്നും പോവാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോൾ അടുക്കളയ്ക്ക് ജോലി ചെയ്യാൻ വന്നാലും എൻ്റെ ചേട്ടനും കൂടെ വന്ന് നിന്നിട്ട് എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ 3 പേരെ വിടണം. ഇന്നാണെങ്കിൽ ആദൂട്ടിനെ വിടണില്ല. അപ്പോൾ ആദൂട്ടൻ ഇല്ലെങ്കിലും ബാക്കി 2 പേരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി എന്തെങ്കിലും നമുക്ക് തീരാത്തതായിട്ട് വരും. തലേ ദിവസം ആണെങ്കിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല മടി. ഈ മടിയുടെ കൂടെ മറവിയും കൂടി വന്നാൽ സൂപ്പറായി.
പക്ഷേ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു എഴുതി വെക്കുന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നലെ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര മടിയായിരുന്നു എന്നേ. അല്ലെങ്കിൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതാ. ഉഴുന്ന് വരെ വെള്ളത്തിലിടാൻ മറന്നുപോയി ഇന്നലെ, അല്ലെങ്കിൽ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കായിരുന്നു സുഖമായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. 2 ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റവ ദോശയുടെ റെസിപ്പി കണ്ടു. കലയ്ക്കൊന്നും വെക്കേണ്ട തലേ ദിവസം നമ്മൾ എഴുന്നേറ്റ് അപ്പം തന്നെ കലക്കി വെച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ, റവ കൊണ്ട് ഉണ്ടാക്കുന്ന ദോശ. എളുപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്ലാസ് കൊണ്ടാണ്. അത് ഞങ്ങൾക്ക് ശരിക്കും തികഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് കുതിർക്കാൻ വയ്ക്കുക. ഒരു എന്താ പറയുക, ഒരു 5-10 മിനിറ്റ് മതി. അപ്പോഴേക്കും അത് വെള്ളമൊക്കെ വലിച്ചെടുത്തോളും. 2 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം, അതാണ് കേട്ടോ കണക്ക്. അന്നമ്മയ്ക്കാണെങ്കിൽ ഗ്ലാസ്സിൽ PT ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാനായിട്ട് അവൾ നേരത്തെ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ 3 പേർക്കും ഒരു ചെറു ചൂടുള്ള വെള്ളം കൊടുക്കും. അപ്പോൾ അവർക്കിങ്ങനെ അവരുടെ ടോയ്ലറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടേ, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞിട്ട് അതൊരു ശീലമാക്കി എടുത്തു ചേട്ടൻ 3 പേർക്കും. ഞാൻ ആ കാര്യം ശ്രദ്ധിക്കില്ല കേട്ടോ. അപ്പോൾ അത് ആ കാര്യമാണ് ചേട്ടനാണ് ശ്രദ്ധിക്കുന്ന ആൾ. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് ബാക്കിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണ്ടാവും, കൊട്ടയിൽ കമഴ്ത്തി വയ്ക്കും. അതൊക്കെ എടുത്ത് അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കും. ചിലപ്പോൾ ഇത് വീണ്ടും എടുക്കേണ്ടതായിരിക്കും, പക്ഷെ എന്നാലും അതൊരു ശീലം. അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. റവ കുതിർന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു അരി തിളപ്പിക്കാൻ വയ്ക്കാമെന്ന്. അപ്പോൾ ആ കാലത്ത് പണികൾ നടക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കല്ലേ വേണ്ടു. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ടുള്ള ചോറ് റെഡി. അല്ലെങ്കിൽ അതിന് വേറെ സമയം നോക്കി നിൽക്കണമല്ലോ. അപ്പോൾ ഞാനത് കൈയോടെ കൂടി തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടന്നുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ അരി തിളപ്പിക്കാൻ വെക്കാണ് കേട്ടോ. നമ്മളൊരു പണി ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ പണികൾ അതിൻ്റെ പാരലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുമാതിരിപ്പെട്ട പണികളൊക്കെ പെട്ടെന്ന് കഴിയും. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ഒരു ട്രാക്കിലേക്ക് ചെറുതായിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പണി ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പണികളുണ്ടായിരിക്കും. ചിലപ്പോൾ പാത്രം കഴുകലായിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ അരി വയ്ക്കലോ കഴുകലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഒരുപാട് പണികൾ നമ്മുടെ കഴിയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. തലേദിവസത്തെ കുറച്ച് ചോറ് ആവി കയറ്റാനായിരുന്നു. അപ്പോൾ ഞാനത് ആവി കയറ്റാനൊക്കെ ആയിട്ട് വെച്ചു. പിന്നെ ഇത് ഞാൻ അന്നൊരു ദിവസം തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയ ഷീറ്റാണ് കേട്ടോ, ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുക. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ഒരൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടഫായിട്ടുള്ള കറകളൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണെങ്കിൽ ഇതുകൊണ്ട് ഉരച്ച് കഴുകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. സാധാരണ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ അത്രയ്ക്ക് പോരാന്ന് തോന്നുന്നു കേട്ടോ. ഇത് സാധാരണ മറ്റേ പച്ച സ്ക്രബ്ബറില്ലേ, അതിനേക്കാൾ ഒരു പൊടിക്കും കൂടി ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ അതേ ഒരു ഗുണം തന്നെയാണ് കിട്ടണുള്ളൂ. കുറച്ച് നാൾ ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ആ ഒരു ആവറേജ് അഭിപ്രായം എനിക്കുള്ളൂ കേട്ടോ. അരിയൊക്കെ അടുപ്പത്തിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ റവ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ റവയെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു തക്കാളി, ഉപ്പ് ലാസ്റ്റ് ചേർത്താലും മതി. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണേ. കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഞാൻ അടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തക്കാളി ഇത് കുറച്ചൊരു പീസ് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാനെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പം അങ്ങനെ ലൈറ്റ് പിങ്ക് കളറായിട്ടായിരിക്കും നമുക്ക് ഈ ബാറ്റർ വരാം. ഇനി നമുക്ക് വേറൊരു പണിയിൽ 1/4 ടീസ്പൂണേക്കാളും ഒരിക്കലും കൂടരുത്, 1/4 ടീസ്പൂൺ മാത്രം സോഡാപ്പൊടി ഇടണം. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി, അല്ലെങ്കിൽ മിക്സിയിൽ ഒരു അടിയും കൂടി അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ബാക്കിയുള്ള സംഭവം കൂടെയൊക്കെ ഇങ്ങോട്ട് പോന്ന് കിട്ടും, അംശങ്ങളൊക്കെ നമ്മുടെ മാവിൻ്റെ. എന്നിട്ട് അത് ആ വെള്ളം കുറച്ച് ഒഴിച്ച് നമുക്ക് ഒരു അപ്പത്തിൻ്റെ ഒരു ദോശയുടെ ഒരു കറക്റ്റ് ഒരു ബാറ്ററിൻ്റെ ഒരു അളവുണ്ടല്ലോ, അതിലേക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഉപ്പും ചേർത്ത് നമുക്ക് ഒരു മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. മിക്കവാറും ദിവസങ്ങളിൽ ഞാനിങ്ങനെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും നല്ല ടോക്കുകളോ അങ്ങനെ എന്തെങ്കിലും വെക്കും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത് നമ്മുടെ ഡാനിയലച്ഛൻ്റെ ഡിവോഷണൽ ടോക്കുകൾ കേൾക്കാറുണ്ട് കേട്ടോ. അത് വെറുതെ ഇരുന്ന് കേൾക്കാനായിട്ട് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കേട്ടിരിക്കും. ചില ദിവസങ്ങൾ നല്ല പാട്ടുകൾ കേൾക്കും, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കും. അപ്പോൾ നമ്മുടെ പണികൾ പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നും, ഒട്ടും ബോറടി ഉണ്ടാവില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റവ ദോശയ്ക്ക് കോമ്പിനേഷൻ തക്കാളി ചട്നിയാണേ.
അപ്പം അതിൻ്റെ ഇടയിൽ അന്നമ്മ പഠിപ്പിൻ്റെ എന്തൊക്കെയോ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ആദൂട്ടം വന്നു, ആൻ്റെ ഒപ്പം വന്നു, എല്ലാവരും എഴുന്നേറ്റ് വന്നു. എനിക്ക് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഇഷ്ടം തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാട്ടാ. സാമ്പാർ ഇഷ്ടമാണ്, പക്ഷേ ഈ ചമ്മന്തികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തക്കാളി ചട്നിയാണ്. തക്കാളി ചമ്മന്തി, തക്കാളി ചട്നി അതൊക്കെയാണ് ഇഷ്ടം. വലിയ പണിയൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കാൻ. 3 തക്കാളി, പിന്നെ ഒരു സവാള, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലവരിങ്ങനെ വഴച്ചൊന്നുമില്ല, ഞാൻ വഴച്ചിട്ടാണ് ഉണ്ടാക്കുക. വഴച്ചുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രം. അതിനിടയിൽ ഈ കണ്ണിരിഞ്ഞിട്ട് ഇങ്ങനെ നിന്നൂടാ. ഒരു സവാളയുള്ളൂ, പക്ഷേ എന്നാലും ഇപ്പോൾ ഭയങ്കര എരിവാണ് ഇപ്പോൾ ഈ സവാളയ്ക്കൊക്കെ. അപ്പോൾ അത് തന്നെ ഒരു സവാള എരിയുമ്പോഴേക്കും നമുക്ക് കരിഞ്ഞ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് കുടുകുടാന്ന് ചാടും. ഇന്നലെ പാവക്കായ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്നലെ ചൂടാക്കി വെച്ചതാണ്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിലാണ് പിന്നെ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണേ. ഇനി അതിന് വേറെ പാത്രം എടുത്തു കഴിഞ്ഞാൽ അതും നമ്മൾ തന്നെ കഴുകണം. അപ്പോൾ പരമാവധി കുറച്ച് പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകേണ്ട ഒരു വലിയൊരു ജോലി കുറച്ച് കുറയും കേട്ടോ. അപ്പോൾ എടുത്ത പാത്രങ്ങൾ തന്നെ കഴുകി അങ്ങ് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഒരു പാത്രത്തിന് ഒരു കൂട്ടാൻ വയ്ക്കുക ഒരു പാത്രം, മറ്റേത് വയ്ക്കുക മറ്റേ പാത്രം, അത് കലക്കാൻ ഈ പാത്രമൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ തന്നെ കഴുകണ്ടേ. എനിക്കങ്ങനത്തെ സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതേ ഒരു മുട്ട പൊരിക്കാനായിട്ട് നമ്മൾ സവാള അരിയണമെങ്കിൽ അതിൻ്റെ ഒരു പാത്രം എടുക്കും. അത് കഴിഞ്ഞിട്ട് കലക്കാൻ വേറെ പാത്രം എടുക്കും. അത് കഴിഞ്ഞിട്ട് പൊരിക്കാനൊരു ചട്ടി എടുത്തിട്ട് അപ്പോൾ തന്നെ വേറെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ അത് കഴുകിയെടുത്താൽ മതി. അത് കഴുകിയെടുക്കില്ല, എന്നിട്ട് വേറെ പാത്രം എടുക്കും. എന്നിട്ട് അവസാനം എന്തോരം പാത്രം എനിക്ക് കഴുകാനുള്ള ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെടുവീർപ്പിടലാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, നല്ലൊരു ടിപ്പല്ലേ. ഞാൻ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാൻ തക്കാളി ചട്നിക്ക് വഴറ്റാനായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ ഉലുവയല്ല ഉഴുന്ന്, ഒരു കുഞ്ഞൊരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മുടെ തക്കാളി ചട്നിക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഈ സമയം കൊണ്ട് നമ്മുടെ ദോശയൊക്കെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഓട്ടയൊക്കെ വീണിട്ട് നല്ല ദോശയാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ പൊടികളുടെ അളവ് പറയാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അത്രേ വേണ്ടൂ. ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറണ വരെ മൂപ്പിക്കുക. എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വേവണേ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം. കൈയോടെ തന്നെ നാളത്തെ പലഹാരത്തിനുള്ള ഉഴുന്ന് ഞാൻ വെള്ളത്തിലിടാൻ കേട്ടോ. ഈ ഉഴുന്ന് വെള്ളത്തിലിടാനായിട്ട് എന്തൊരു മറവിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. തോന്നും എല്ലാവർക്കും ഇത്രയ്ക്ക് വലിയ പണിയില്ലല്ലോ എന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, എന്താ മടിയാണോ മറവിയാണോ, അത് വെള്ളത്തിലിടേ വേണ്ടു. വലിയ പണിയൊന്നുമില്ല, പക്ഷേ എപ്പോഴും മറക്കും ഞാനത്. എൻ്റെ ഈ മറവി കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് നൊണ്ണയായിപ്പോട്ടെ. എൻ്റെ മംഗള ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടെങ്കിൽ പറഞ്ഞു തന്നതാട്ടോ ഒരു ടു ഡു ലിസ്റ്റിൻ്റെ കാര്യം. അപ്പം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. നമ്മളൊന്നും മറന്നു പോയില്ല, ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആവില്ല, നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ അത് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ തലേ ദിവസം എഴുതി വയ്ക്കും. അപ്പം അത് അതിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആ ലിസ്റ്റിൽ നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഉഴുന്ന് വെള്ളത്തിലിട്ടത്. അപ്പം നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒരു 10-15 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് തലേ ദിവസം തന്നെ നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ചേഞ്ച് ആയിരിക്കും കേട്ടോ. എൻ്റെ ഈ മറവി കാരണം ചിലപ്പോൾ എനിക്ക് ചെയ്തേക്കാറുണ്ട്, എപ്പോഴും മറവിയാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറവി അധികം വരുന്നില്ല, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ മറവി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടെ, സൂപ്പറാണ്. നമുക്ക് എന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ചീത്തശീലം മാറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് തന്നെയാണ്, അല്ലാണ്ട് വേറൊരാൾക്കും പുറത്തുനിന്ന് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമുക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് നമ്മൾ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മറവി മാറ്റണമെങ്കിൽ ഒരുപാട് ടെക്നിക്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ടു ഡു ലിസ്റ്റ് പോലെ എഴുതി നമ്മൾ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ നമുക്ക് പറ്റുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. ഇപ്പം എന്തിനാ ഒരു പ്രതിവിധിയില്ലാത്തത്? എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട്. ഒരുപാട് സൊല്യൂഷനിൽ ഏത് സൊല്യൂഷനാണ് നമുക്ക് സ്യൂട്ടാവാതെ കണ്ടുപിടിക്കുകയാണ് ഒരു പണിയുള്ളൂ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്മൂത്തായി. അയ്യോ പറഞ്ഞതേ തക്കാളി ചട്നിക്കതേ ഞാൻ വറവിലിടേണ്ട ടൈമായിട്ടാണ്. അപ്പം അതിന് ഞാൻ
ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക്, വറ്റൽ, കറിവേപ്പില, പിന്നെ മെയിൻ സംഭവം ഉഴുന്ന് വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കായംപൊടി ഇടും. കായംപൊടി ഇട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കായംപൊടി എന്തായാലും ഇടുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കണ ഈ കൂട്ടുണ്ടല്ലോ, നമ്മൾ തക്കാളിയൊക്കെ അരച്ച് വെച്ചേക്കണത്, അതൊക്കെ ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക. ചാറ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചാറാക്കാം. അങ്ങനെ നമ്മൾ തക്കാളി ചട്നി റെഡി. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ചതുരം പയർ ഒരുപാട് അവിടെ നന്നായിട്ട് വളഞ്ഞ് നിൽക്കേണ്ടത്, അത് പോയി പൊട്ടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പൊട്ടിച്ചു കൊണ്ടുവരണ വരെ പറഞ്ഞിട്ടത് ഒരുപാട് കിട്ടിക്കണ്ട, ഒരു കിണ്ണം നിറയെ ചതുരപ്പയർ. ഇനി നാളത്തേക്ക് തോരനുള്ള വകയായി. ഇതിൻ്റെ ഇടയിൽ ആദൂട്ടൻ്റെ അപ്പേരിയൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ആദൂട്ടന് അപ്പോൾ തന്നെ വാരി കൊടുത്തുട്ടോ. അപ്പോൾ ആ ഒരു പണി എനിക്ക് എളുപ്പമായി കിട്ടി. അന്നമ്മേൻ്റെ അപ്പനും കഴിച്ചിട്ടില്ല, അവരുടെ ഡ്രസ്സ് മാറൽ പരിപാടികൾ കഴിഞ്ഞു. ഇനി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലേ ഒരു പണിയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവരുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ അവർക്ക് ചോറ് വേണ്ടല്ലോ, ചോറ് ഇഷ്ടമല്ല ലഞ്ചിന് കൊണ്ടുപോകാൻ. അപ്പോൾ കാലത്ത് എന്താണ് പലഹാരം അത് തന്നെയാണ് അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാറ് കേട്ടോ. ഇഷ്ടമാണ് തക്കാളി ചട്നിയും ഈ ദോശയൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലഞ്ച് ബോക്സ് പ്രിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതേ ടവില് കെട്ടണു. എനിക്കുണ്ടായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു കള്ളിട്ടവില്. അപ്പോൾ അത് കണക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരും, അമ്മ ഇങ്ങനെ കെട്ടിത്തരുന്നതൊക്കെ. ആ ഒരു തള്ള വൈബ് എന്നാലും ഇപ്പം എന്താ പറയുക. പിന്നെ സ്നാക്സ് ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. അവർക്ക് ചോറോ ലഞ്ചോ ഒന്നും കൊണ്ടുപോയില്ലെങ്കിലും അവർക്ക് സ്നാക്സ് എന്തായാലും വേണം, അല്ലെങ്കിൽ ഭയങ്കര വിഷമം. അപ്പം എൻ്റെ ഇടയിൽ ഇങ്ങനെ സ്നാക്സ് വെക്കുന്ന ദിവസം എനിക്കിഷ്ടമുള്ള സ്നാക്സ് ആണെങ്കിൽ ഞാനും കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. ഇനി വേറെ പണിയൊന്നുമില്ല. അന്നമ്മേരെ തലമുടി ഒന്ന് കെട്ടി കൊടുക്കണം, ഇവർക്കൊന്ന് ഭക്ഷണം വരി കൊടുക്കണം. ഇവരുടെ ഡ്രസ്സൊക്കെ മാറി കാരണം ഇവരെ കൊണ്ട് ഞാൻ തന്നെ കഴിപ്പിക്കില്ലേ, കാരണം മേത്തൊക്കെ ആക്കും ചിലപ്പോൾ. അന്നമ്മേരെ ലൈറ്റ് ഗ്രീൻ ആയതുകൊണ്ട് എടുത്തറിയുകയും ചെയ്യുന്നില്ല, റെഡ് കളറ്. അപ്പോൾ ഞാൻ തന്നെ വരി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന ദിവസം ചിൽഡ്രൻസ് ഡേ ആയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ കെട്ടാം. അപ്പോൾ അവൾക്ക് ഇങ്ങനെ മുടി കെട്ടേണ്ടതാണ് ഇഷ്ടം. ഇങ്ങനെ കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഓരോ പാർട്സ് ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ പിരിച്ചാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ തരത്തിൽ ഓരോന്ന് കെട്ടാനൊക്കെ ആയിട്ട് പറയും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കെട്ടി കൊടുക്കും. അല്ലാതെ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം. അപ്പോൾ ഇവർ ഇത്തിരി വലുതാവണം, ഇവർ പ്രശ്നമുള്ളൂ. പിന്നെ ഇവരുടെ വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇവർ തന്നെ കിട്ടിയുള്ളൂല്ലോ. കണ്ടോ ഭംഗിയില്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കഴിഞ്ഞാൽ അടുത്തത് അത് ഭക്ഷണം കഴിക്കാൻ വിളിക്കലാണ് അടുത്ത പരിപാടി. അന്നമ്മയ്ക്ക് ഇന്ന് കളർ ഡ്രസ്സ് ആയതുകൊണ്ട് മേക്കപ്പ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ആൻ്റപ്പന് ആ സമയം കൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുക. ആൻ്റപ്പന് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നമ്മ വന്നു. അപ്പോൾ അന്നമ്മയ്ക്കും കൊടുത്തു. അവൾക്ക് 2 ദോശ കഴിച്ചു. അപ്പോഴും ഈ സമയമാകുമ്പോഴത്തേക്ക് ഓട്ടം വരും കേട്ടോ. അപ്പോൾ ആൻ്റപ്പനോടാണെങ്കിൽ 100 വട്ടം ഞാൻ പറയും തലേ ദിവസം തന്നെ ടൈം ടേബിൾ റെഡിയാക്കി വയ്ക്കാൻ ആൻ്റപ്പൻ അത് കേൾക്കില്ല. അവന് ആ സമയത്തേക്കാണ് ചെയ്യാനായിട്ട് ടൈം ആവുള്ളൂ. എന്നും എൻ്റെ ഇന്ന് ചീത്ത വിളിയാണ് അവന്. വണ്ടി വന്ന് അധികം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇവിടെ ചേട്ടന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയും നേരത്തിന് റെഡി ആവണം, ഡ്രൈവറെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്നു. അപ്പോൾ അതേ വണ്ടി വന്നു. അവർ 2 പേരും പ്രാർത്ഥിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവരുടെ പിള്ളേരുടെ ബാഗിനൊക്കെ ഇപ്പോൾ എന്തൊരു വെയിറ്റാണെന്നറിയോ. അന്നമ്മേരെ ബാഗിനേക്കാളും വെയിറ്റാണ് ചിലപ്പോൾ ആൻ്റപ്പൻ്റെ ബാഗ്. സങ്കടമൊക്കെ തോന്നും. അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ദിവസങ്ങളിൽ ഞാൻ തന്നെയാണ് അവൻ്റെ ബാഗ് അവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. എന്തായാലും സ്കൂളിൽ നിന്ന് അവൻ തന്നെ എടുക്കേണ്ടതാണ്. എന്നാലും ചില ദിവസങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും, ഭയങ്കര വെയിറ്റൊക്കെ കാണുമ്പോഴേ. പിന്നെ എപ്പോഴും ഉണ്ട് അവനൊരു മറവി. ദൈവമേ, എല്ലാ ദിവസവും എത്രയൊക്കെ ചിലപ്പോൾ എന്നെ നടി കിട്ടും, ചിലപ്പോൾ ചീത്ത പറയും. ID കാർഡ് എടുക്കാൻ മറക്കും. ഇന്ന് 2 പേരും ID കാർഡ് എടുക്കാനായിട്ട് മറന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതൊരു ഓട്ടപ്രദർശനമാണ് എനിക്ക് എല്ലാ ദിവസവും. എത്ര പ്രാവശ്യം പറഞ്ഞ് ഓർമ്മിപ്പിക്കുമെന്ന് പറയും. നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ തിരക്കിൽ ഒന്നല്ലെങ്കിൽ ഇവർ എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കും. എന്നിട്ട് ഓട്ടോയിൽ കയറുമ്പോഴാണ് ഇവർക്ക് ഓർമ്മ വരിക, അയ്യോ അമ്മേ ID കാർഡ് എടുത്തിട്ടില്ല. ചിലപ്പോൾ ടൈ ആയിരിക്കും മറക്കുക. ഇന്ന് 2 പേരും ID കാർഡ് എടുക്കാനായിട്ട് മറന്നു. എന്താ ചെയ്യുക, ആ സമയത്ത് പിന്നെ നമുക്ക് ചീത്ത പറയാനൊന്നും പറ്റിയില്ല, പോയി കൊണ്ടു കൊടുക്കും. അതുകൊണ്ട് ഇന്നൊരു കാലത്ത് തന്നെ ഭയങ്കര ആയതുകൊണ്ട് പിന്നെ തയ്യിടാൻ മറന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോയി 2ാമത് ഓടും. നമ്മൾ ഒതുക്കലിൻ്റെ പിടിക്കലിൻ്റെ ഇടയിൽ ഇത് ചിലപ്പോൾ ഇവർ തന്നെ ഇടണ്ടേ, ചിലപ്പോൾ അത് മറക്കും. എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഈ 2ാമതുള്ള ഓട്ടം. അപ്പം അവർ വീണ്ടും ഓടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഓടിക്കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളേ. ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വ്ളോഗിലിടാം കേട്ടോ. ഞാൻ ഒരുപാട് എല്ലാതും ഷൂട്ട് ചെയ്തിട്ടൊക്കെ വെച്ചു. പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ അത് ഇത്ര ഒരു 18-20 മിനിറ്റോളമായി. ഇനിയും കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ ഞാൻ വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം. അപ്പോൾ കാണാൻ രീതിയിൽ ഇടണ്ടേ. ഇതിൻ്റെ കൂടെ എൻ്റെ ക്ലീനിങ് വ്ളോഗും എൻ്റെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. രമ്യ ശ്രീകുമാർ എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു ക്ലീനിങ് വ്ളോഗ് ഇട്, ഡെയിലി വ്ളോഗ്സൊക്കെ ഇടുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് സജഷനൊക്കെ പറയുന്നതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ രമ്യ. അതുമാതിരി ഷെമീന, അങ്ങനെ ഒരുപാട് പേര് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോളുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ.